നമസ്കാരം. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കണ്ണപുരം അരക്കൻ വീട്ടിൽ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ RSS BJP പ്രവർത്തകർക്ക് വധശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെന്ന് മാതാവ് ജാനകി. കേസിലെ 9 പ്രതികളെ 19 വർഷത്തിന് ശേഷം കോടതി ശിക്ഷിക്കുമ്പോഴാണ് മാതാവിന്റെ പ്രതികരണം. ജീവപര്യന്തം ശിക്ഷയാണ് പ്രതികൾക്ക് കോടതി വിധിച്ചത്. 9 പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച കോടതി വിധിയിൽ സന്തോഷമില്ലെങ്കിലും അല്പം ആശ്വാസമുണ്ടെന്ന് അവർ പ്രതികരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട മോനെ തിരിച്ചു കിട്ടില്ലല്ലോ, അത് തിരിച്ചു കിട്ടിയാലല്ലേ എനിക്ക് സന്തോഷിക്കാനാവൂ, എങ്കിലും അല്പം ആശ്വാസമുണ്ടെന്ന് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. വിധിക്ക് കാത്തിരുന്ന അച്ഛൻ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരിക്കലും അവർ പുറത്തു വരരുത്, അവിടെ തന്നെ അവരുടെ ജീവിതം തീരണം. എൻ്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീരിനും മനസ്സിൻ്റെ തളർച്ചയും അവരുടെ അമ്മമാരും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തിയെടുക്കാൻ കൊല്ലാനും പാടില്ല. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതൊരു പാഠമാകണം. എനിക്ക് നഷ്ടപ്പെട്ട മോനെ തിരിച്ചു കിട്ടില്ല, അത് തിരിച്ചു കിട്ടിയാലേ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കൂ, എങ്കിലും അല്പം ആശ്വാസം. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും എൻ്റെ പാർട്ടിക്കാരോടും അവൻ്റെ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നുവെന്ന് ജാനകി വിതുമ്പലടക്കി പറഞ്ഞു. പ്രതികൾ 12 കൊല്ലം കഴിഞ്ഞാൽ പുറത്തിറങ്ങില്ലേ എന്നും വധശിക്ഷ കിട്ടണമെന്നായിരുന്നു റിജിത്തിന്റെ സഹോദരി ശ്രീജ പറഞ്ഞത്. ഇനി ഒരമ്മയ്ക്കും പെങ്ങൾക്കും ഈ ഗതി ഉണ്ടാകരുതെന്നും അവർ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കണ്ണപുരം അരക്കൻ വീട്ടിൽ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ RSS BJP പ്രവർത്തകരായ 9 പ്രതികൾക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി റൂബി കെ ജോസ് ആണ് ജീവപര്യന്തം വിധിച്ചത്. BJP RSS പ്രവർത്തകരായ 10 പേരാണ് കേസിലെ പ്രതികൾ. ഇതിലെ 3-ാം പ്രതി കണ്ണപുരം ചുണ്ടയിലെ കൊത്തിലെ താഴെ വീട്ടിൽ അജേഷ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. മറ്റു പ്രതികളായ കണ്ണപുരം ചുണ്ട സ്വദേശികളായ വൈക്കോടൻ വീട്ടിൽ സുധാകരൻ, കോത്തിലെ താഴെ വീട്ടിൽ ജയേഷ്, ചാക്കുളത്ത് പറമ്പിൽ രഞ്ജിത്ത്, പുതിയപുരയിൽ അജീന്ദ്രൻ, ഇല്ലിക്കവളപ്പിൽ അനിൽകുമാർ, പുതിയപുരയിൽ രാജേഷ്, കണ്ണപുരം ഇടക്കേപ്പുറം സ്വദേശികളായ വടക്കേ വീട്ടിൽ ശ്രീകാന്ത്, സഹോദരൻ ശ്രീജിത്ത്, തെക്കേ വീട്ടിൽ ഭാസ്കരൻ എന്നിവർക്കാണ് ജീവപര്യന്ത ശിക്ഷ വിധിച്ചത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ശേഷം ശിക്ഷ ഇളവ് നൽകണമെന്ന് പ്രതികൾ ജഡ്ജിയോട് പറഞ്ഞിരുന്നു. ഭാര്യ മരിച്ചു, മകൻ മാത്രമേ ഉള്ളൂവെന്ന് 10-ാം പ്രതി TV ഭാസ്കരൻ പറഞ്ഞു. സഹോദരങ്ങൾ പ്രതിയായതിനാൽ വീട്ടുകാരെ സംരക്ഷിക്കാൻ ആളില്ലെന്ന് 9-ാം പ്രതി ശ്രീജിത്ത്. സഹോദരൻ ശ്രീകാന്തും പ്രതിയാണ്, അമ്മ മാത്രമേ ഉള്ളൂ, സഹോദരൻ മരിച്ചു, അതിനാൽ ശിക്ഷ ഇളവ് നൽകണമെന്ന് 2-ാം പ്രതി ജയേഷും പറഞ്ഞു. ജയേഷിന്റെ ഇരട്ട സഹോദരൻ കേസിൽ പ്രതിയായിരുന്ന അജേഷ് സംഭവശേഷം വാഹനാപകടത്തിൽ മരിക്കുകയായിരുന്നു. 2005 ഒക്ടോബർ 2 രാത്രി 9 ചുണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിനടുത്ത് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന റിജിത്തിനെയാണ് പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. RSS ശാഖ നടത്തുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിന്റെ തുടർച്ചയാണ് കൊലപാതകമെന്നാണ് കേസ്. ക്ഷേത്രത്തിനടുത്ത കിണറിന് പിന്നിൽ പതിയിരുന്ന പ്രതികൾ ആയുധങ്ങളുമായി റിജിത്തിനെയും മറ്റും ആക്രമിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ KV നികേഷ്, RS വികാസ്, KN വിമൽ എന്നിവർക്കും പരിക്കേറ്റിരുന്നു. വാക്കത്തി, കഠാര, വടിവാൾ, വലിയ കഠാര, സ്റ്റീൽ പൈപ്പ് എന്നിവയാണ് കൊലയ്ക്ക് ഉപയോഗിച്ചത്. ചോര പുരണ്ട ആയുധങ്ങളും പ്രതികളുടെ വസ്ത്രവും പോലീസ് കണ്ടെത്തി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ BP ശശീന്ദ്രൻ, പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് PS ഈശ്വരൻ, അഡ്വക്കേറ്റ് P പ്രേംരാജൻ, അഡ്വക്കേറ്റ് T സുനിൽകുമാർ എന്നിവർ ഹാജരായി.